ജെയിംസ് വിഷനിലേക്ക് മാന്യപ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. ഇത്തവണ ഒരു ബാച്ചിലേഴ്സ് ട്രിപ്പാകാമെന്ന് കരുതി. ബാച്ചിലേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാരും എൻ്റെ പ്രായമാണ്, റിട്ടയർഡ് ലൈഫ് എൻജോയ് ചെയ്യുന്നവരാണ്. അല്ലാത്തവർ 1-2 പേരേ ഉള്ളൂ. എക്സ് ഗൾഫുകാരും റിട്ടയർഡ് ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരും ഒക്കെയാണ് ഇതിലുള്ളത്. ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ദൂരോട്ടൊന്നുമല്ല കേട്ടോ. ഇടുക്കി ജില്ലയിലുള്ള നമ്മുടെ മുട്ടക്കുന്ന്, പരുന്തംപാറ മുതലായ സ്ഥലങ്ങളൊക്കെ ഒന്ന് സന്ദർശിക്കുക. റാന്നി അടുക്കാറായപ്പോഴേക്കും വഴിയോരത്ത് തട്ടുകട എന്നു പേരുള്ളൊരു തട്ടുകട കണ്ടു. അപ്പോൾ എല്ലാവരും അതിൽ കയറി കാപ്പി കുടിച്ചു. വീണ്ടും ഞങ്ങൾ വഴിയോര കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് യാത്ര തുടരുകയാണ്. ഞങ്ങൾ സഞ്ചരിക്കുന്ന ട്രാവലർ റെൻറ്റിനെടുത്തതാണ്. വണ്ടി മാത്രമേ ഞങ്ങൾ റെൻറ്റിനെടുത്തിട്ടുള്ളൂ. അത് ഓടിക്കുന്നത് ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെയുള്ള ഞങ്ങൾ ബാവ എന്ന് വിളിക്കുന്ന അജോ തോമസ് ആണ്. പുള്ളിക്കാരന് ഡ്രൈവിംഗ് ഒരു ഹോബി കൂടിയാണ്. അങ്ങനെ ഞങ്ങൾ എരുമേലിയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ശബരിമല സീസൺ ആയതിനാൽ പേട്ടതുള്ളലാണ് ഈ വിലയിൽ കാണുന്നത്. വഴിയിൽ നല്ല പോത്തിറച്ചി കണ്ടു കഴിഞ്ഞപ്പോൾ വൈകിട്ടത്തെ ഡിഷ് പോത്തിറച്ചിയും ചപ്പാത്തിയും ആക്കിയാലോ എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അങ്ങനെ അവിടുന്ന് കുറേ പോത്തിറച്ചിയും വാങ്ങി വീണ്ടും യാത്രയായി. ഹോട്ടലിൽ നമുക്ക് കുക്ക് ചെയ്ത് കഴിക്കാനുള്ള എല്ലാ ഫെസിലിറ്റികളുമുണ്ട്. കൂടാതെ നമ്മുടെ കൂട്ടത്തിൽ ലാലാജിയും ബാവയും പോലുള്ള പാചക വിദഗ്ധരും ഉണ്ട്. അവർ മാത്രമല്ല കേട്ടോ, പാചകമറിയാവുന്ന മറ്റുള്ളവരും കൂട്ടത്തിലുണ്ട്. പിന്നെ നമുക്ക് പേടിക്കാനൊന്നുമില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ മനോഹരമായ വഴിയോര കാഴ്ചകളൊക്കെ കണ്ട് മുന്നോട്ട് നീങ്ങുകയാണ്. അങ്ങനെ പോകുമ്പോഴാണ് പൈനാപ്പിൾ ധാരാളമായിട്ട് കൂട്ടിയിട്ട് വിൽക്കുന്ന ഒരു കച്ചവടക്കാരെ കണ്ടത്. അത് ഇടയ്ക്കിടയ്ക്ക് കാണുന്നുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ ഇവിടെ നിർത്തി കുറച്ച് പൈനാപ്പിൾ വാങ്ങിക്കാം എന്ന് വിചാരിച്ചു. നമ്മൾ ആവശ്യപ്പെട്ടാൽ അവരത് ചെത്തി പൂളിത്തരും. അങ്ങനെയാണ് ഞങ്ങൾ വാങ്ങിച്ചത്. ഈ ഏരിയയിലൊക്കെ ധാരാളം പൈനാപ്പിൾ കൃഷി ചെയ്തിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ വിലക്കുറവുണ്ടായിരിക്കാം. അത് വാങ്ങിക്കാൻ പോയ അനീഷിനോട് ഞാൻ വില തിരക്കിയില്ല. പക്ഷേ നല്ല മധുരമുള്ള പൈനാപ്പിളായിരുന്നു. കുട്ടിക്കാനത്താണ് ഞങ്ങൾ ഹോട്ടൽ ബുക്ക് ചെയ്തിരുന്നത്. മെയിൻ റോഡിൽ നിന്ന് കുറച്ച് ഉള്ളിലാണ് ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങൾ അങ്ങോട്ടേക്കുള്ള യാത്രയിലാണ്. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിൽ എത്തിച്ചേർന്നു. മെയിൻ റോഡിൽ നിന്ന് വലിയ ദൂരമില്ലായിരുന്നു. റോയൽ മിസ്റ്റ് വാലി എന്നാണ് ഹോട്ടലിൻ്റെ പേര്. വന്ന് കണ്ടപ്പോൾ വളരെ സ്പേഷ്യസ് ആയ ഒരു ഹോട്ടലാണ്. ഞങ്ങൾ ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും കംപ്ലീറ്റ് ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്നു. അങ്ങനെ ഫസ്റ്റ് ഫ്ലോറിലെ താമസക്കാർ ബാഗുമായിട്ട് ഫസ്റ്റ് ഫ്ലോറിലേക്ക് നീങ്ങുകയാണ്. ഈ കാണുന്നതാണ് അതിൻ്റെ ഒരു ബെഡ്റൂം എന്ന് പറയുന്നത്. എല്ലാ ബെഡ്റൂമുകളും ഇതേപോലെ വിശാലമായിട്ടുള്ളതാണ്. 3 പേർക്കാണ് പരമാവധി ഒരു ബെഡ്റൂമിൽ അലൗഡ് ഉള്ളത്. 3 ബെഡും അവരിട്ടിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും ഹോട്ടലിലെത്തി അവരവരുടെ റൂമിൽ പോയി എല്ലാവരും ഒന്ന് ഫ്രഷ് ആയ ശേഷം കുറച്ച് നേരം ഹാളിൽ വന്നിരുന്ന് കുശലമൊക്കെ പറഞ്ഞിരുന്നു. നമ്മുടെ ലാലാജി അണ്ണൻ്റെ നേതൃത്വത്തിൽ എല്ലാവർക്കും രാവിലെ നല്ല അടിപൊളി പൊതി കെട്ടിക്കൊണ്ടാണ് ഞങ്ങൾ വന്നിരുന്നത്. ലഞ്ച് ടൈം ആയപ്പോൾ അത് കഴിച്ച ശേഷം ഞങ്ങളെല്ലാവരും റെഡിയായി അടുത്ത യാത്രയ്ക്ക് ഉച്ചയ്ക്ക് ശേഷം പുറപ്പെടുകയാണ്. കുമിളിയും തേക്കടിയും ഒക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടുവരാനാണ് ഉദ്ദേശം.
അങ്ങനെ ഞങ്ങൾ കുമിളിയിലെത്തി. വാഹനം ഒരു ഭാഗത്ത് പാർക്ക് ചെയ്തിട്ട് കുമിളി ടൗണൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടു. കുമളിയിൽ നിന്ന് ലോട്ടറി എടുത്താൽ എങ്ങനെ ഇരിക്കുമെന്നറിയാൻ ചിലർ കുമളിയിൽ നിന്ന് ലോട്ടറി എടുക്കുന്നു. കുമളിയിലെ ചായ എങ്ങനെ ഉണ്ടെന്നറിയാൻ ചിലർ കുമളിയിലെ തട്ടുകടയിൽ കയറി ചായ കുടിക്കുന്നു. ബോട്ടിങ്ങിന് ആർക്കും വലിയ താല്പര്യം ഇല്ലാത്തതിനാൽ ഞങ്ങൾ തേക്കടിയിൽ വാഹനത്തിൽ തന്നെ കറങ്ങാവുന്നിടത്തൊക്കെ ഒന്ന് കറങ്ങി തിരികെ നമ്മുടെ പീരുമേടുള്ള AVTയുടെ ടീ ഫാക്ടറി ഔട്ട്ലെറ്റിൽ എത്തിയിരിക്കുകയാണ്. അവിടെ വണ്ടി പാർക്ക് ചെയ്ത് ഫാക്ടറിയുടെ ഔട്ട്ലെറ്റും ചുറ്റുവട്ടവും എസ്റ്റേറ്റും ഒക്കെ ഒന്ന് കാണാമെന്ന് തീരുമാനിച്ചു. കുറച്ച് പേരൊക്കെ ഫാക്ടറിയുടെ ഔട്ട്ലെറ്റിൽ നിന്ന് ടീ പാക്കറ്റുകളൊക്കെ വാങ്ങിച്ചു. ഹോട്ടലുകളും ടീ ആൻഡ് സ്നാക്സ് ആൻഡ് ചിപ്സ് അങ്ങനെ പലതരത്തിലുള്ള കച്ചവടങ്ങൾ ഇതിനോട് അനുബന്ധമായിട്ട് ചുറ്റുവട്ടത്തായിട്ട് നടക്കുന്നുണ്ട്. അവിടെ നിന്നും ഞങ്ങൾ നേരെ പോകുന്നത് പരുന്തുംപാറയ്ക്കാണ്. വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് പരുന്തുംപാറ. ദിവസേന സ്വദേശികളും വിദേശികളുമായിട്ട് ധാരാളം സഞ്ചാരികൾ വരുന്നുണ്ട് എങ്കിലും വിശാലമായ സ്ഥലമുള്ളതിനാൽ പാർക്കിങ്ങിന് നമുക്ക് വലിയ ബുദ്ധിമുട്ട് വരുന്നില്ല. കുറേ പ്രത്യേകതകളുള്ള ഒരു സ്ഥലമാണ് പരുന്തുംപാറ. തെളിഞ്ഞ അന്തരീക്ഷമാണെങ്കിൽ ശബരിമല കാടുകൾ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. അക്കാരണത്താൽ തന്നെ മകരജ്യോതി ദർശിക്കുവാൻ വേണ്ടി മണ്ഡലകാലത്ത് അയ്യപ്പന്മാർ ഇവിടെയും എത്താറുണ്ടത്രേ. വിശാലമായ ഉയർന്ന ഭൂപ്രദേശമായതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് 4 പാടും വളരെ ദൂരം വരെയുള്ള മലനിരകൾ കാണാൻ സാധിക്കും. പറക്കുന്ന ഒരു പരുന്തിൻ്റെ കണ്ണിലൂടെ കാണുന്ന പോലെയാണ് നമുക്ക് മറ്റു മലനിരകൾ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന് പരുന്തുംപാറ എന്ന് പേര് വന്നതെന്ന് ഒരു ഐതിഹ്യമുണ്ട്. അങ്ങനെ പല കഥകളും ഇതിൻ്റെ പിന്നിലുണ്ട്. അതെന്താണ് കറക്റ്റായിട്ടുള്ളതെന്ന് നമുക്കറിയില്ല. നോക്കി നിൽക്കുമ്പോൾ തന്നെ മഞ്ഞ് വന്ന് മൂടുകയും കാറ്റടിച്ച് പെട്ടെന്ന് കാഴ്ച ക്ലിയർ ആവുകയും ഒക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ പെട്ടെന്ന് അന്തരീക്ഷം മാറുന്ന ഒരു അവസ്ഥ ഈ പ്രദേശത്തിനുണ്ട്. ദൂരെ നിന്ന് നോക്കുമ്പോൾ ഇവിടെയുള്ളൊരു പാറക്കെട്ടിന് മഹാകവി രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ശിരസുമായി സാമ്യമുണ്ട്. ആ പാറയ്ക്ക് ടാഗോർ പാറ എന്നാണ് പേര്. പീരുമേടിനും തേക്കടിക്കും ഇടയിലായിട്ടാണ് ഈ പരുന്തുംപാറ സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ കൺകുളിർക്കുന്ന കാഴ്ചകളൊക്കെ കണ്ട ശേഷം ഞങ്ങളങ്ങനെ തൽക്കാലം പരുന്തുംപാറയോട് വിട പറയുകയാണ്. ഇപ്പോൾ ഏകദേശം സന്ധ്യയായി 6 മണി കഴിഞ്ഞു. ഇനി നേരെ ഹോട്ടലിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. ഇവിടേക്ക് KSRTC സർവീസും ഉണ്ടെന്ന് തോന്നുന്നു. വലിയ ബസ്സുകൾക്കൊക്കെ പാർക്ക് ചെയ്യാൻ പ്രത്യേക പാർക്കിംഗ് സൗകര്യവുമുണ്ട്. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിൽ തിരികെ എത്തിയിരിക്കുകയാണ്. ഉച്ചയ്ക്ക് കഴിച്ച പൊതികളുടെ ബാക്കിയാണ് ഈ ഇരിക്കുന്നത്. 5-6 പൊതി കാണും. അതിന് എന്ത് ചെയ്യണമെന്നറിയില്ല. ഇനിയും ഡിന്നറിനായിട്ടുള്ള തയ്യാറെടുപ്പാണ്. അതിനുവേണ്ടി നമ്മൾ വഴിയിൽ നിന്ന് വാങ്ങിച്ച പോത്തിറച്ചി പിന്നെ വാരിയലും പ്രത്യേകം വാങ്ങിച്ചിട്ടുണ്ട്. അത് കറി വയ്ക്കാനുള്ള പരിപാടി സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിൻ്റെ ആദ്യപടിയായി ഉള്ളിയും തക്കാളിയും മുളകും ഒക്കെ അങ്ങനെ അരിഞ്ഞ് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ മെയിൻ കുക്കിലൊരാളായ ബാവ കളത്തിലിറങ്ങിയിട്ടുണ്ട്.
ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ ബാക്കിലായിട്ടൊരു യാർഡുണ്ട്. അവിടെയാണ് കുക്കിങ്ങിനുള്ള എല്ലാ ഫെസിലിറ്റീസും ഒരുക്കിയിരിക്കുന്നത്. പോത്തിറച്ചി കുക്കറിൽ കയറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതിനോട് അനുബന്ധമായിട്ടുള്ള മറ്റു പണികളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം പോത്തിറച്ചി വെന്തതായിട്ട് അറിയിക്കാൻ കുക്കർ ഫസ്റ്റ് വിസിലടിച്ചിരിക്കുകയാണ്. ആ ഇടവേളയിൽ കുക്കന്മാരെല്ലാം കൂടി കാർഡ് ഗെയിം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ബീഫ് കറി റെഡി, ചപ്പാത്തി റെഡി ആയിക്കൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ഒരാൾ അവിടെ നിന്ന് ചുട്ട് തള്ളുകയാണ്. അങ്ങനെ നമ്മുടെ മെയിൻ ഷെഫായ ലാലാജി അണ്ണൻ തന്നെ ആദ്യമേ ടേസ്റ്റ് നോക്കുകയാണ്. പുള്ളിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇതെല്ലാം തയ്യാറാക്കിയത്. അടിപൊളി കറിയാണെന്നാണ് ലാലാജി അണ്ണൻ ടേസ്റ്റ് നോക്കിയതിന് ശേഷം അഭിപ്രായം പറഞ്ഞത്. എൻ്റെ അഭിപ്രായം അത് തന്നെയാണ്. ഞാനും ഇടയ്ക്ക് ഒന്ന് ടേസ്റ്റ് നോക്കി. സൂപ്പർ. ചപ്പാത്തി ചുട്ടിടുന്നതനുസരിച്ചിട്ട് വിശപ്പ് കൂടുതലുള്ളവർ ആദ്യം കഴിക്കുകയാണ്. അങ്ങനെ ഡിന്നറോടുകൂടി ഞങ്ങൾ അന്നത്തെ പരിപാടി അവസാനിപ്പിച്ചു. ഉറങ്ങാൻ കിടന്നു. അതിരാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോഴാണ് രസം. അതാ മുറ്റത്തൊരു മൈന എന്ന് പറയുന്ന മാതിരി മുറ്റത്ത് സുന്ദരനായ ഹെൽത്തി ആയിട്ടുള്ള ഒരു കുതിര നിൽക്കുന്നു. എല്ലാവരും അതിശയിച്ചു പോയി. അവനങ്ങനെ മെല്ലെ നടന്ന് ഹോട്ടലിൻ്റെ ബാക്ക് യാർഡിലെത്തി. തലേന്ന് ബാക്കി വന്നതിലൊരു പൊതി അവന് കൊടുത്തു. അവനത് ആസ്വദിച്ച് കഴിച്ചു. അതിനുശേഷം അനുസരണമുള്ള ഒരു കൊച്ചുകുട്ടിയെ പോലെ അവൻ ഞങ്ങളുടെ ചേഷ്ടകളൊക്കെ കണ്ടുകൊണ്ട് നിന്നു. അതിനിടെ നമ്മുടെ സോമൻ സാർ മറ്റൊരു പൊതിയുമായി വന്നപ്പോൾ അവൻ അതിൻ്റെ പുറകെ പോയി. ഇതിനിടയ്ക്ക് നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ബ്രേക്ക്ഫാസ്റ്റും പോത്തുകറിയും ചപ്പാത്തിയുമാണ്. കൂടാതെ മുട്ട റോസ്റ്റും വെജിറ്റബിൾ കറിയും ഉണ്ടാക്കുന്നുണ്ട്. ഇതിനിടയിൽ നമ്മുടെ കുതിര യാർഡിലേക്കുള്ള റാമ്പിൽ ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് കളിക്കുകയായിരുന്നു. അപ്പോൾ ഹോട്ടലിൻ്റെ മേൽനോട്ടക്കാരൻ വന്ന് അവനെ റോഡിലേക്ക് പറഞ്ഞു വിട്ടു. ഈ കുതിര ആരുടെയും സ്വന്തമായിട്ടുള്ള കുതിരയല്ല. അവിടെ കോമൺ ആയിട്ട് ഇങ്ങനെ നടക്കുന്ന ഒരു കുതിരയാണ്. ഇനി ഒരു കുതിരയോടെ ഉണ്ടെന്ന് ഹോട്ടലുകാരൻ പറഞ്ഞു, വെള്ളക്കുതിര. പക്ഷെ അതിനെ ഞങ്ങൾ കണ്ടില്ല. ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ചോയ്സ് അനുസരിച്ചിട്ട് പോത്തുകറി, അല്ലെങ്കിൽ മുട്ട റോസ്റ്റ്, അല്ലെങ്കിൽ വെജിറ്റബിൾ കറി, അതുമല്ലെങ്കിൽ ചെമ്മീൻ അച്ചാറും ഉണ്ടായിരുന്നു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ റെഡിയായി ഹോട്ടൽ വെക്കേറ്റ് ചെയ്യുകയാണ്. പോകുന്ന വഴിക്ക് അടുത്തതായി നമ്മുടെ മൊട്ടക്കുന്നുകൂടെ സന്ദർശിക്കണമെന്നുള്ള പരിപാടിയുണ്ട്. പീരുമേടിൻ്റെ മനോഹാരിതയൊക്കെ കണ്ട് ഞങ്ങൾ യാത്ര തുടരുകയാണ്. ഈ കാണുന്നതാണ് കുട്ടിക്കാനം സിറ്റി. അങ്ങനെ ഞങ്ങൾ മൊട്ടക്കുന്നിനോട് അടുത്തിരിക്കുകയാണ്. സന്ദർശകരുടെ വാഹനങ്ങളുടെ പാർക്കിങ്ങിൻ്റെ നീണ്ട നിരയാണ് ഈ കാണുന്നത്. ഇവിടെ പരുന്തുംപാറ പോലെയല്ല, പാർക്കിങ്ങിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി. എങ്കിലും അതിൻ്റെ മെയിൻ എൻട്രൻസിനോട് അടുത്ത് തന്നെ ഞങ്ങൾക്ക് ഭാഗ്യത്തിന് ഒരു പാർക്കിംഗ് കിട്ടി. മൊട്ടക്കുന്നിന് ഇംഗ്ലീഷിൽ പുൽമേട് എന്നർത്ഥമുള്ള മെഡോസ് എന്നാണ് നാമകരണം ചെയ്തിരിക്കുന്നത്. 25 രൂപയാണെന്ന് തോന്നുന്നു ഇവിടെ എൻട്രൻസ് ഫീസ്. ഞാനല്ല എടുത്തത്, അതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. പിന്നെ രാവിലെ 9 തൊട്ട് വൈകിട്ട് 6 മണി വരെയാണ് വിസിറ്റിംഗ് ടൈം. ലൈവ് ഫോട്ടോ ഫ്രെയിമിംഗ്.
ഇത് കുട്ടികളുടെ ബോട്ടിങ്ങിനുള്ള ചെറിയ തടാകമാണെന്നാണ് തോന്നുന്നത്. കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, മുതിർന്നവർക്കുള്ള ബോട്ടിങ്ങും അതുപോലെ കുട്ടവഞ്ചിയും അതൊക്കെ മറ്റൊരു വലിയ ലേക്കിലാണ്. പിന്നെ കൂടാതെ സിപ്പ് ലൈന്, സ്കൈ സൈക്ലിങ്, അങ്ങനെ പല വിനോദങ്ങളും ഇവിടെ അവർ തയ്യാറാക്കിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് ഞാൻ പറഞ്ഞ ആ വലിയ ലേക്ക്. മുട്ടക്കുന്നിൻ്റെ പുൽത്തകിടിയിലിരുന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. കുന്നിന് മുകളിൽ തെളിഞ്ഞ നീലാകാശം കണ്ടപ്പോൾ നമ്മുടെ ഗിരീഷ് സാറിന് ഒരു കവിത ചൊല്ലിയാൽ കൊള്ളാമെന്ന് തോന്നി. അത് കേൾക്കാം. ഈ നീലവാനങ്ങളിൽ കളകളം പാടുമി പുഴകളിൽ വിഷം തുപ്പു മസുരരെ ഞങ്ങൾ വന്നിതാ ഈ പുതിയ കുരുക്ഷേത്ര ഭൂമിയിൽ, ഈ പുതിയ കുരുക്ഷേത്ര ഭൂമി. ഞങ്ങളി മനുഷ്യനേകി അഗ്നി അക്ഷരം മറവും നിങ്ങളോ തിരിച്ചു നൽകി ബോംബുകൾ മിസൈലുകൾ. ഞങ്ങളീ മനുഷ്യനേകി അഗ്നി അക്ഷരം മറവും നിങ്ങളോ തിരിച്ചു നൽകി ബോംബുകൾ മിസൈലുകൾ. ഞങ്ങളീ പ്രപഞ്ച സത്യമെങ്ങുമാർത്തു പാടിയപ്പോൾ നിങ്ങൾ നാവുകൾ അറുത്തു കുരുതിയൊരുക്കി. ഒരു കോപ്പ വിഷം മൃതിയടഞ്ഞ സോക്രട്ടീസ്, ഒരു തീപ്പന്തം വെന്തരിഞ്ഞ ബ്രൗണോ, പുത്രിയുടെ ശവം മിഴി നിറഞ്ഞ മാർക്സ്. എത്ര കുരിശുകൾ ചരിത്രപാതയിൽ, എത്ര കുരിശുകൾ ചരിത്രപാതയിൽ. ഇന്നും ആ കരിഞ്ഞ മാംസഗന്ധമരിച്ചെത്തുന്നു നിങ്ങൾ തീർത്ത ഹിരോഷിമകളും. ഇന്നും ആ കരിഞ്ഞ മാംസഗന്ധമരിച്ചെത്തുന്നു നിങ്ങൾ തീർത്ത ഹിരോഷിമകളും. നാഗസാക്കി മണ്ണുമാർത്തു ചിരിച്ചിടുന്നു. കൊന്നുകൂട്ടുവാൻ മനുഷ്യരാശിയെ ഒരൊറ്റ കുമ്പിൽ ഭസ്മമാക്കുവാൻ നിങ്ങൾ തീർത്തുകൊള്ളു 100 ബോംബുകൾ. പക്ഷെ നിങ്ങൾ വിഷമൊഴുക്കി ജീർണമാക്കി നൈൽ, തേംസ്, ഗംഗ, യമുന, ചാലിയാർ തീരവാസികൾ. ഞങ്ങൾ മർത്യരൊത്തു പാടിടുന്നു പുതിയ ഗീതകം. ഞങ്ങൾ മർത്യരൊത്തു പാടിടുന്നു പുതിയ ഗീതകം. എങ്ങനെയുണ്ടായിരുന്നു കവിത? ഓക്കെ, ഞങ്ങൾ മടക്ക യാത്രയിലാണിപ്പോൾ. വരും വഴി ഞങ്ങൾ വൃന്ദാവൻ എന്ന് പറയുന്ന ഒരു ഫാമിലി റെസ്റ്റോറൻറ്റിൽ കയറി ലഞ്ചൊക്കെ കഴിച്ചു. ട്രിപ്പ് വളരെ സക്സസ് ആയ സന്തോഷത്തിൽ ഞങ്ങൾ പാട്ടൊക്കെ പാടി നാട്ടിലേക്ക് പോവുകയാണ്. ഇനിയും അടുത്ത വീഡിയോ കാണുന്നിടം വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. Hey!